മേഖലയിൽ നിൽക്കുന്ന നമ്മൾ ദൈവത്തിന്റെ മഹത്തരമായ അനുഗ്രഹം കൊണ്ട് ഒരുമിച്ച് ഇപ്പോൾ ഇരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് കിട്ടുന്ന അറിവുകളെ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ ദൈവത്തിന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. ഒരു നിമിഷം നമുക്കൊന്ന് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. താങ്ക് യു. ശക്തമായ മഴയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. മഴയുടെ ആ തീവ്രത കൊണ്ട് തന്നെ നമുക്ക് മനസ്സും ശരീരവും എല്ലാം തണുത്തിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം ഉണ്ടാകുക. എനിക്ക് ആ ഒരു ഫീലാണ് ഉള്ളത്. നിങ്ങൾക്കും ആ ഫീൽ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ പോലും നമ്മൾക്ക് ചൂടേറിയ ചില ചർച്ചകളിലേക്കാണ് നമ്മളെ മീറ്റിംഗ് ഹോള് നമ്മൾ ക്ഷണിക്കുന്നത്. വലിയ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വലിയൊരു പ്രൊജക്ടിന്റെ ഒരു തുടക്ക സ്റ്റേജിലാണ് നമ്മൾ ഈ ഡിസ്കഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ലോകം മുഴുവൻ ട്രെൻഡായി മാറാൻ പോകുന്ന ഈ പ്രൊജക്ട് ആ ഒരു ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ ജീവിതം വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനെ നാന്ദി കുറിക്കാൻ പറ്റുന്ന ഒരുപറ്റം ആൾക്കാരാണ് ഈ മീറ്റിംഗ് ഹോളിൽ ഇന്ന് സമ്മേളിച്ചിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ടെതർ ഓഷൻ എന്ന് പറയുന്ന സെൽഫ് അപ്രീഷിയേഷൻ ഡെഫി പ്രൊജക്ടിന്റെ പ്രസന്റേഷനിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് പഠിക്കാൻ tetherocean.com എന്ന വെബ്സൈറ്റ് നമ്മളെ സഹായിക്കും. പക്ഷെ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ആക്ടിവിറ്റിയിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ കൂടിയേ തീരൂ. അത് ട്രസ്റ്റ് വാലറ്റ് വഴിയാകാം, മെറ്റാമാസ്ക് വഴിയാകാം, അല്ലെങ്കിൽ ടോക്കൺ പോക്കറ്റ് വഴിയാകാം. ഏതെങ്കിലും ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷന്റെ ബ്രൗസറിലൂടെ തന്നെ tetherocean.com എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ ഇതിന്റെ എല്ലാ ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കും. അതിന് പറ്റുന്ന ഒരു പര്യാപ്തമായ പ്രോഗ്രാമാണ് ടെതർ ഓഷൻ എന്ന് പറയുന്നത്. ഇതൊരു വിർച്വൽ ടോക്കൺ, കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള വിർച്വൽ ടോക്കൺ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്. ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ആണ് ഇതിനു വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആശയം. ഈ ആശയത്തിന്റെ ചില കീ ഫീച്ചേഴ്സിലേക്ക് പോകുമ്പോൾ അത് USDT എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിയാണ് ഇതിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടുമായിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് മാറണമെങ്കിൽ നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷനിൽ USDT നമ്മൾ ലോഡ് ചെയ്യണം, അതുവഴി നമുക്ക് കടന്നു വരാം. ഇതിൽ ഔട്ട്പുട്ട് നമുക്ക് വരണം, പ്രോഫിറ്റ് എടുക്കണം, അത് USDT ആയിട്ടാണ് വരിക. ആ USDT നമ്മുടെ വാലറ്റിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. റിയൽ ടൈം ആയിട്ട് ഈ ഒരു ട്രാൻസാക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ ലോകത്തെ ഏത് രാജ്യക്കാർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന പ്രോഗ്രാം ആയിട്ട് ടെതർ ഓഷനെ സെറ്റാക്കി കഴിഞ്ഞു. 2024 മാർച്ച് മാസം 20-ാം തീയതി 2024 മാർച്ച് 21 മുതൽ ഇതിന്റെ ട്രാൻസാക്ഷൻസ് ഇന്ന് വരെ കൃത്യമായി നടക്കുന്ന പ്രോസസ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ ബ്ലോക്ക് ചെയിനിൽ കാണാം. BEP20 പ്ലാറ്റ്ഫോം എന്ന ബ്ലോക്ക് ചെയിനിൽ കാണാം. വളരെ മനോഹരമായ ഒരു ലിക്വിഡിറ്റി പൂൾ ഈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. ആ ലിക്വിഡിറ്റി പൂൾ തന്നെയാണ് സിസ്റ്റത്തിന്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. സാധാരണ പ്രൊജക്ടുകൾ പറയുന്നത് പോലെ സ്റ്റേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ലോക്കിംഗ് പീരീഡ്, അത്തരം ഒരു കൺസെപ്റ്റും കൂടെ ഇല്ല. വളരെ മനോഹരമായ രൂപത്തിൽ ഒരു മാത്തമാറ്റിക് ഇക്വേഷൻസിലൂടെ ഒരു വളരെ മനോഹരമായ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സയൻസ് ആണ് ടെതർ ഓഷൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് സെക്യൂർ ആണ്, ട്രാൻസ്പെറന്റ് ആണ്. ഇതിന്റെ ഓരോ ട്രാൻസാക്ഷൻസിനെയും നമുക്ക് വാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കമ്മ്യൂണിറ്റി സെൻട്രിക് ആയിട്ടുള്ള ഗവേണൻസ് ആണ് ടെതർ ഓഷൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ പ്രത്യേകത. ഈ ആശയം തീർച്ചയായും ഒരു ബ്രിഡ്ജായിട്ട് മാറും. ട്രഡീഷണൽ ഫിനാൻസിന്റെയും ഡീസെൻട്രലൈസ്ഡ് ഫ്യൂച്ചറിന്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ട് മാറും. ഈ ആശയത്തിന്റെ അഡ്വാൻറ്റേജിലേക്ക് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രൈസ് അപ്രീസിയേഷൻ ആണ് ഓൺ എവറി ബൈ സെൽ ട്രാൻസാക്ഷൻ. വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കറൻസി. സത്യത്തിൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ആശയമാണത്. ബയേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ വില കൂടുക എന്നുള്ളത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റും. അത് ഏത് മാർക്കറ്റിലും ഏത് കമ്മ്യൂണിറ്റിയിലും അങ്ങനെ തന്നെയാണ്. വാങ്ങുന്നവരുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വില കൂടും. പക്ഷെ വിൽക്കുന്നവരുടെ എണ്ണം കൂടിയാൽ വില കൂടുക എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം വിൽക്കുന്നവരുടെ എണ്ണം കൂടിയാൽ വില കുറയണം. ഇതാണ് പ്രപഞ്ച തിയറി. പക്ഷെ വ്യത്യസ്തമായ ഒരു മാത്തമാറ്റിക്സിലൂടെ, വ്യത്യസ്തമായ ഒരു ഇംപ്ലിമെന്റേഷനിലൂടെ, ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമിലൂടെ വില വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കൂടുന്ന ഒരു സയൻസ് ടെതർ ഓഷൻ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പലപ്പോഴും അങ്ങനെ ഒരു സാഹചര്യം ചർച്ച ചെയ്യപ്പെടുമ്പോൾ മാർക്കറ്റിലുള്ള ആളുകൾ പറയുക ഇത് റെഡ് പൂളാണ്, ഇത് കുറച്ച് പണമൊക്കെ സമ്പാദിച്ച് പോകാൻ ഓടിപ്പോകുന്ന ഒരു സിസ്റ്റം ആയിട്ടായിരിക്കും ഇത് മാർക്കറ്റിൽ വരിക, അല്ലാതെ വേറെ ഒന്നും കൂടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്ത് പോകാം. പക്ഷെ 100% അടിവരയിട്ട് പറയാം, ടെതർ ഓഷൻ ഒരിക്കലും ഒരു റെഡ് പൂൾ അല്ല. അത്രമാത്രം പ്രത്യേകതകൾ ടെതർ ഓഷനിൽ വെച്ചിട്ടുണ്ട്. അതിന് കാരണം ഒന്ന്, പ്രീ മൈൻഡ് കോയിൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്.
സാധാരണ ക്രിപ്റ്റോ പ്രൊജക്റ്റുകളെല്ലാം കടന്നു വരുമ്പോൾ 1 മില്യൺ, 10 മില്യൺ, 100 മില്യൺ, 1 ബില്യൺ അങ്ങനെ കണക്കിന് കോടിക്കണക്കിന് കോയിൻസ് മൈൻ ചെയ്തിട്ടാണ് സാധാരണ പ്രൊജക്റ്റുകൾ കടന്നു വരിക. പക്ഷെ ഇവിടെ 2024 മാർച്ച് 21 ആദ്യത്തെ ബയർ വന്നപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായ കോയിൻ മാത്രമേ ആദ്യമായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ കോയിൻസ് ആർ ബേൺ വെൻ സോൾഡ്. വിൽക്കപ്പെടുമ്പോൾ അത്രയും കോയിൻ ബേൺ ചെയ്ത് പോകുന്ന സ്വഭാവം ഈ സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ടോട്ടൽ സപ്ലൈ എപ്പോഴും കൺട്രോൾ ചെയ്താണ് പോവുക. ഞാൻ 2024 ഏപ്രിൽ മാസം 2 സിസ്റ്റവുമായിട്ട് പാസ്വേഡ് ചെയ്തപ്പോൾ 100 USDT കൊണ്ട് ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയത് 273 കോയിനാണ്. പക്ഷെ ഇന്നൊരാൾ $100 കൊണ്ട് വാങ്ങാൻ തയ്യാറാകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് ഒരു 195 കോയിന് താഴെയാണ്. നോക്കൂ, 273 നിന്ന് 195 ഒരു പുതിയ ഒരു ബയർക്ക് കിട്ടുന്ന കോയിന്റെ എണ്ണത്തിൽ മാറ്റം വന്നിരിക്കുന്നു. കാരണം കോയിൻ പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്ത് പോയി, വില കൂടിപ്പോയി. സ്വാഭാവികമായിട്ടും മാർക്കറ്റിലേക്കുള്ള സപ്ലൈ ഓരോ സമയം ചെല്ലുന്തോറും കുറഞ്ഞു വരുന്ന സാഹചര്യം ഇവിടെ കാണാൻ സാധിക്കും. വാങ്ങുമ്പോൾ മാത്രം കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, വിൽക്കുമ്പോൾ ബേൺ ചെയ്ത് പോകുന്നു. ഈ വളരെ മനോഹരമായ ഈ ബ്രില്യൻസ് ആണ് ഈ സിസ്റ്റത്തിന്റെ പവർ. 100% ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമാണ് ടെതർ ഓഷ്യൻ. റിയൽ ടൈം ബൈ സെൽ പ്രോസസ് ആണ് ഇവിടെ വച്ചിരിക്കുന്നത്. ബൈ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു ഹെഡേക്കും ഇല്ല. നമ്മുടെ വാലറ്റിൽ USDT വയ്ക്കുന്നു, പ്ലാറ്റ്ഫോമിലേക്ക് ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ ബൈ ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നു, എത്ര ഡോളർ കൊണ്ട് വാങ്ങണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ കോയിൻ അപ്പൊ തന്നെ ഹോൾഡിംഗ് കിട്ടിയിട്ടുണ്ടാകും. സെൽ ചെയ്യണമോ, അവിടെ സെൽ ബട്ടൺ ഉണ്ട്. സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എത്ര കോയിൻ സെൽ ചെയ്യണമെന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമ്പർ ഓഫ് കോയിൻസ് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന് ഈക്വൽ ആയിട്ടുള്ള USDT നമുക്ക് കിട്ടുകയായി. റിയൽ ടൈം ബൈ ആൻഡ് സെല്ലാണ്. സാധാരണ ക്രിപ്റ്റോ ടോക്കൺസോ ക്രിപ്റ്റോ കോയിൻസോ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വിൽക്കാൻ ഒരുപാട് തലവേദനകളാണ്. കാരണം അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി അവിടെ നിന്ന് കൺവേർട്ട് ചെയ്ത് ഇവിടെ പോയി സ്വാപ്പ് ചെയ്ത് കുറേ നമുക്ക് മനസ്സിലാകാത്ത പ്രൊസീജിയർ പറഞ്ഞിട്ടായിരിക്കും പല സിസ്റ്റങ്ങളും വരിക. കാരണം പെട്ടെന്ന് സെല് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അത്തരം സിസ്റ്റങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. എന്നാൽ ഇവിടെ കൃത്യമായ ഒരു ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. ഏത് സമയത്തും ഏത് പാതിരാത്രിയിലും ആർക്കും വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഫെസിലിറ്റി ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. റിയൽ ടൈം അഫിലിയേറ്റ് പേ ഔട്ട് ആണ് സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന് വേറൊരു പ്രത്യേകത. 43% തരുന്ന ആ പേ ഔട്ട് അത് റിയൽ ടൈം ആണ്. അത് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും. $1 ആണ് നമുക്ക് വന്ന് വരുമാനമെങ്കിൽ $1 നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം. ഒരു കണ്ടീഷൻസും ഇല്ല, ഒരു സർവീസ് ചാർജും ഇല്ല. $100 ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിഡ്രോ ചെയ്താൽ ആ $100 എനിക്ക് ലഭിക്കും. അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഡിഡക്ഷൻ സിസ്റ്റം ചെയ്യുന്നില്ല. സോ വളരെ മനോഹരമായ 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള റിയൽ ടൈം ബൈ സെൽ പ്രോസസ് മുന്നോട്ട് വയ്ക്കുന്ന റിയൽ ടൈം അഫിലിയേറ്റ് പേ ഔട്ട് കൊടുക്കുന്ന ഈ സിസ്റ്റത്തെ ഏറ്റെടുക്കാൻ പറ്റിയാൽ ലോകത്ത് ഏത് ആശയത്തിന്റെ പുറകെ നിന്നാലും നമുക്ക് മറ്റുള്ളവരോട് ആശയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. ലോകത്തെ ഏത് മേഖലയുടെ പ്രൊമോഷനിലേക്ക് നമ്മൾ കടന്നു വന്നാലും ആ ആശയത്തെക്കുറിച്ച് മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കണം. അവർ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന രൂപത്തിലേക്ക് അതിന് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണം. ടെതർ ഓഷ്യനെ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ വളരെ മനോഹരമായ ഒരു ആശയത്തിന്റെ ഏറ്റവും തുടക്കക്കാരായി നിന്നുകൊണ്ട് നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും. അങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള കൺഫ്യൂഷൻ ബൈ ചെയ്യുമ്പോഴും സെൽ ചെയ്യുമ്പോഴും വില കൂടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിന് കൃത്യമായ ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്. മാത്തമാറ്റിക്സ് ഇത്രയേ ഉള്ളൂ. ഈ സിസ്റ്റം തുടങ്ങുന്നത് 0 കോയിനിലാണ്, 0 ലിക്വിഡിറ്റിയിലാണ്. അപ്പോൾ ലിക്വിഡിറ്റിയും കോയിനും ഇത് തമ്മിലൊരു ബന്ധമുണ്ട് അല്ലെ? എന്താണ് ബന്ധം? എത്ര ലിക്വിഡിറ്റി ഉണ്ട്, എത്ര കോയിൻ ഉണ്ട്, ഇത് തമ്മിൽ ഹരിക്കുമ്പോഴാണ് ആ കോയിന്റെ വില കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോ $10,000 മാർക്കറ്റിലുണ്ട് ലിക്വിഡിറ്റി ആയിട്ട്, 10,000 കോയിനാണ് എങ്കിൽ ആ കോയിന്റെ വില $1 ആയിരിക്കും. തർക്കമില്ല. $10,000 ഉണ്ട്, 5,000 കോയിനേ ഉള്ളൂ എങ്കിൽ $2 ആയിരിക്കും വില. $10,000 ഉണ്ട്, 20,000 കോയിൻ ഉണ്ട് എങ്കിൽ $1/2 ആയിരിക്കും വില. സോ കോയിന്റെ എണ്ണവും ലിക്വിഡിറ്റിയും തമ്മിലുള്ള ബന്ധത്തിലാണ് ഒരു കോയിന്റെ വില നിർണ്ണയിക്കപ്പെടുന്നത്. സെയിം ഇതേ സയൻസ് തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യത്തെ ബൈ നടക്കുമ്പോൾ ഒരു ബൈ പ്രൈസ് സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കാൽക്കുലേഷന് വേണ്ടി ടേബിളിൽ കൊടുത്തിരുന്ന $1 എന്നാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ബൈ റേറ്റ് $1 എന്നാണ്. അവിടെ ലിക്വിഡിറ്റി ഇല്ല, കോയിനും ഇല്ല. എന്നാൽ ആദ്യത്തെ ബൈ നടക്കുന്നു $100. സിസ്റ്റം ചെയ്യുന്നത് ആ വരുന്ന $100 52% ലിക്വിഡിറ്റി കയറ്റും. 52%. സോ $52 ലിക്വിഡിറ്റിയിലായി. നമ്മൾ മുതൽ മുടക്കിയ എമൗണ്ടിന്റെ 35% വിലയുള്ള കോയിൻ മൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും. സോ $100 35% $35 ആണ്. $1 പ്രകാരം 35 കോയിൻ മൈൻ ചെയ്യപ്പെട്ടു. സോ ഒരു പുതിയ കോയിന്റെ എണ്ണം വന്നു, ലിക്വിഡിറ്റിയും വന്നു. 52 35 52 35 ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടും 1.4857. പുതിയ ബൈ പ്രൈസ് അവിടെ സെറ്റായി. അപ്പൊ തന്നെ പഴയ ബൈ പ്രൈസ് സെൽ പ്രൈസ് ആയിട്ട് മാറുകയും ചെയ്തു. നോക്കൂ, വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ
എത്ര മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് നോക്കൂ. ആ ഡിസൈനിങ് ആണ് ഇതിന്റെ പവർ എന്ന് പറയുന്നത്. ഇനി എത്ര ട്രാൻസാക്ഷൻ നടന്നാൽ ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. വരുന്ന എമൗണ്ടിന് 52% ലിക്വിഡിറ്റി കയറും, അതിൽ 35% വർത്തുള്ള കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. സോ നിലവിലുള്ള കോയിന്റെ കൂടെ ആ കോയിൻ ആഡ് ചെയ്ത് വരുമ്പോൾ കോയിൻ എണ്ണം ഇങ്ങനെ പതുക്കെ പതുക്കെ കൂടിക്കൊണ്ടിരിക്കും, അതനുസരിച്ച് ലിക്വിഡിറ്റിയും കൂടിക്കൊണ്ടിരിക്കും, അതനുസരിച്ച് പുതിയ ബൈ പ്രൈസ് വരുന്നുണ്ടാവും. പുതിയ ബൈ പ്രൈസ് വരുമ്പോൾ പഴയ ബൈ പ്രൈസ് സെൽ പ്രൈസ് ആയി മാറുന്നുണ്ടാകും. അങ്ങനെ 5ാമത്തെ ട്രാൻസാക്ഷനിലേക്ക് വന്ന് നോക്കുക, അതൊരു സെൽ ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ 4ാമത്തെ ട്രാൻസാക്ഷൻ പോയിന്റിന് എത്രയാ? 95.8239. ശരിയല്ലേ? ലിക്വിഡിറ്റി എത്രയാ? 208. ഇവിടെ 5ാമത്തെ ട്രാൻസാക്ഷൻ 25 കോയിൻ സെല് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ സിസ്റ്റം പറയുന്നു ആ കോയിൻ അത്രയും ബേൺ ചെയ്തു പോകും. സോ 95 കോയിനിൽ നിന്നും ബേൺ ചെയ്യുമ്പോൾ 70.82 ആയിട്ട് കോയിന്റെ എണ്ണം കുറഞ്ഞു. കാരണം സിസ്റ്റത്തിൽ പിന്നെ അത്രയും കോയിൻ ഇല്ല. സപ്ലൈയിൽ നിന്ന് ആ കോയിൻ പോയി, പിന്നെ അവിടെ കോയിൻ ഇല്ല. നോക്കൂ, ഇവിടെ 25 കോയിന് 1.9932 പ്രകാരമുള്ള പൈസ കൊടുക്കണം. ആ കൊടുക്കാനുള്ള പൈസയുടെ 90% കൊടുക്കൂ. ആ 90% ലിക്വിഡിറ്റി നിന്ന് കുറയും. ബാക്കി 163.1521. സോ പുതിയ ലിക്വിഡിറ്റി വന്നു, പുതിയ കോയിന്റെ എണ്ണം വന്നു. ഇത് തമ്മിൽ ഹരിക്കുമ്പോൾ പുതിയൊരു കോയിൻ പ്രൈസ് കിട്ടും 2.3036. നോക്കൂ, 2.17 നിന്ന് 2.30 വില കൂടി. എപ്പോ? വിറ്റപ്പോ. അപ്പൊ വിൽപ്പന നടന്നാലും വില കൂടുന്നത് എങ്ങനെയാണെന്ന് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ബേൺ ചെയ്തു പോകുന്ന പ്രോസസ്സും 10% സിസ്റ്റത്തിൽ തന്നെ ഹോൾഡ് ചെയ്യുന്ന പ്രോസസ്സും, അതാണ് സെല് ചെയ്യുമ്പോൾ നടക്കുന്നത്. വാങ്ങുമ്പോൾ 52% ലിക്വിഡിറ്റി കയറുന്നു, 35% കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആശയം വ്യത്യസ്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ അതിന്റെ തരംഗങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിന്റെ നാന്ദി കുറിക്കുന്ന വേദിയിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. അപ്പോഴത്തേക്കും 0.01 എന്ന പ്രൈസിൽ നിന്ന് ഇപ്പോ 0.18 എന്ന റേഞ്ചിലേക്ക് വില മാറിക്കഴിഞ്ഞു. ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 90, വളരെ ചെറിയൊരു എമൗണ്ട്, 90 പൈസയിൽ നിന്ന് തുടങ്ങി 17 രൂപയിലേക്ക് ഇതിന്റെ വില എത്തിക്കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഈ ആശയത്തിന്റെ പവർ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് മാറാൻ വെറും $20 മതി. വെറും $20. ഇനി 21, 25, 30, 40 നിങ്ങൾക്ക് കയ്യിലുള്ള എമൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് മാറാം. സിംഗിൾ ബൈ എന്ന് പറയുന്നത് 1000 മിനിമം ചെയ്യേണ്ട സിംഗിൾ ബൈ. 20 മുതൽ 1000 വരെയുള്ള ഏത് എമൗണ്ട് കൊണ്ടും നമുക്ക് സിംഗിൾ ബൈയിലൂടെ ഈ സിസ്റ്റത്തിൽ കടന്നു വരാം. ഒരാൾക്ക് ഒരു $5000 ചെയ്യണമെങ്കിലോ 1000 കൊണ്ട് വാങ്ങണം, വീണ്ടും 1000 കൊണ്ട് വാങ്ങണം, വീണ്ടും 1000 കൊണ്ട് വാങ്ങണം. 5 പ്രാവശ്യമായിട്ട് വാങ്ങാൻ സാധിക്കും. ഓരോ പ്രാവശ്യം വാങ്ങുമ്പോഴും വില മാറിക്കൊണ്ടേയിരിക്കും. 5 പ്രാവശ്യം വാങ്ങുന്ന 5 വിലക്കായിരിക്കും. സോ 5 തരത്തിലുള്ള കോയിന്റെ എണ്ണമായിരിക്കും അവർ കിട്ടുക എന്ന് മാത്രം. എത്ര എമൗണ്ട് കൊണ്ട് വാങ്ങിയാലും ഇൻസ്റ്റന്റ് ആയിട്ട് അതിന് 35% വിലയുള്ള കോയിൻ അപ്പൊ തന്നെ ഹോൾഡിംഗ് കിട്ടും. അവിടെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, 35% കിട്ടുള്ളൂല്ലേ, അത് വൻ നഷ്ടമല്ലേ? അല്ലല്ലോ. ലോകത്തെ ഏത് ഇൻഡസ്ട്രിയിൽ നിങ്ങൾ കടന്നു പോക്കോ, ആ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ പണം മുടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് മാറ്റിവെക്കപ്പെടുന്നുണ്ടാവും. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. നമ്മുടെ കയ്യിൽ ഒരു സർട്ടിഫിക്കേഷൻ മാത്രമേ ഉണ്ടാകൂ. അതിന്റെ ബാക്കപ്പിൽ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായിട്ട് 35% ഉണ്ട്. ആ 35% വിലയുള്ള ഹോൾഡിംഗിലേക്ക് നമുക്കത് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സാധാരണ മാർക്കറ്റിൽ ഒരുപാട് ROI പ്രോഗ്രാമുകൾ ഞാൻ കാണാറുണ്ട്. ഇത്തരം പ്രോഗ്രാമിലെല്ലാം പ്രത്യേകത 1 ലക്ഷം രൂപ ഇട്ടാൽ പിറ്റേ ദിവസം 1% കിട്ടുക. അത് പിറ്റേ ദിവസം കിട്ടോ ഇല്ലെന്ന് ഉറപ്പൊന്നുമില്ല കേട്ടോ. പക്ഷെ പിറ്റേ ദിവസം ആയാൽ 1% കിട്ടും. അപ്പൊ ഒരു 35%ലേക്ക് എത്തണമെങ്കിൽ എത്ര ദിവസം? 35 വർക്കിംഗ് ഡേ കാത്തിരിക്കണം. ഏകദേശം 19 ദിവസം കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ഈ സിസ്റ്റത്തിൽ നമ്മൾ തുടങ്ങുന്നതേ 35%. തുടങ്ങിയതിനു ശേഷം ഈ സിസ്റ്റത്തിൽ എത്ര സെല്ല് നടക്കുന്നു, എത്ര ബൈ നടക്കുന്നു, അതിനെ ബേസ് ചെയ്തതിന് വില കൂടിക്കൊണ്ടേയിരിക്കും. ആ കൂടി 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 നമ്മൾ ഏത് റേഞ്ചിൽ എത്തുമ്പോൾ നമുക്ക് സെല് ചെയ്യണം നമുക്ക് തീരുമാനിക്കാം. ഒരു പർട്ടിക്കുലർ ഗ്രോത്ത് വരുന്ന സമയത്ത് ആ ഗ്രോത്ത് മാത്രം നിങ്ങൾക്ക് വിറ്റ് 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 നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുത്തെടുത്ത് പോകാം. എങ്ങനെ ചെയ്താലും ഈ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി ലാഭം മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഈ സിസ്റ്റം 2 കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ഒരു കണ്ടീഷൻ ഇതാണ്, പോയിന്റ് സെല്ലിലുള്ള കണ്ടീഷനാണ്. നമ്മുടെ ബൈങ് എമൗണ്ട് എത്രയാണോ അതിന്റെ ഇരട്ടി വിലയ്ക്കുള്ള കോയിൻ മാത്രമേ മാക്സിമം സെല് ചെയ്യാൻ സാധിക്കൂ. അപ്പൊ നമ്മുടെ ബൈങ് എമൗണ്ട് 100 ആണെങ്കിൽ $200 നമുക്ക് സെല് ചെയ്യാം. നമ്മുടെ ബൈങ് എമൗണ്ട് 150 ആണെങ്കിൽ $300 സെല് ചെയ്യാം. നമ്മുടെ ബൈങ് എമൗണ്ട് 110 ആണെങ്കിൽ $220 സെല് ചെയ്യാം. അപ്പൊ നമ്മുടെ ബൈങ് എമൗണ്ട് എത്രയാണോ അതിന്റെ ഇരട്ടി വിലയ്ക്കുള്ള കോയിൻ മാത്രമേ സെല് ചെയ്യാൻ സാധിക്കൂ. എന്തിന്? ഈ സിസ്റ്റം പവർഫുൾ ആണെങ്കിൽ ഇതിൽ ധാരാളം ഇൻവെസ്റ്റേഴ്സ് കയറി വരും. $10,000, $20,000, $30,000, $50,000 മുതൽ മുടക്കി കടന്നു വരുന്ന ആൾക്കാരുടെ എണ്ണം ഈ സമയത്തേക്ക് ഈ സിസ്റ്റത്തിൽ ധാരാളമായി കയറി വരും. അങ്ങനെ കയറി വരുന്ന ആൾക്കാർ അവർ ഈ സിസ്റ്റത്തിലൂടെ മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയാണ് വരിക. ഒരു $10,000 മുതൽ മുടക്കി വരുന്ന ഒരാൾ അദ്ദേഹം ഈ സിസ്റ്റത്തിൽ ഹോൾഡ് ചെയ്തു അദ്ദേഹത്തിന് $1 ലക്ഷം വിലയായി. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കോയിന് $1 ലക്ഷം വിലയായി. അത്രയും കാലം അദ്ദേഹം കാത്തിരുന്നു.
ആ $1,00,000 അദ്ദേഹം വിഡ്രോ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആ $1,00,000 വിഡ്രോ ചെയ്യുന്ന പ്രോസസ്സ് ബാക്കി എൻറ്റയർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ കോയിൻ പ്രൈസിന് ഹൈക്കിൽ കാരണമായി തീരണം. അദ്ദേഹം ആ $1,00,000 അത് ശരിയായ നടപടിയല്ല. സിസ്റ്റം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു. $10,000 അദ്ദേഹത്തിന്റെ പാക്കേജ്. $20,000 കോയിൻ അദ്ദേഹത്തിന് അപ്പൊ തന്നെ സെല് ചെയ്യാം. ആ എമൗണ്ട് കിട്ടുമ്പോൾ അതിൽ നിന്നും എടുത്തിട്ട് വീണ്ടും ഒരു റീടോപ്പ് അപ്പ് ചെയ്യണം. റീടോപ്പ് അപ്പ് ചെയ്യുന്ന സമയത്ത് വീണ്ടും അതിന്റെ ഇരട്ടിക്കുള്ള കോയിൻ വീണ്ടും സെല് ചെയ്യാം. അങ്ങനെ $1,00,000 വിഡ്രോ ചെയ്യണമെങ്കിൽ $50,000 അദ്ദേഹം ലോഡ് ചെയ്യേണ്ട വരും. അപ്പൊ അത്രയും എമൗണ്ട് ലോഡ് ചെയ്യുമ്പോൾ അത്രയും പ്രാവശ്യം വില മാറിയിട്ടുണ്ടാകും. ഇത്രയും പ്രാവശ്യം വിഡ്രോ ചെയ്യണം, അത്രയും പ്രാവശ്യം വില മാറിയിട്ടുണ്ടാവും. സോ ആ $1,00,000 വിഡ്രോ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് എത്രമാത്രം കോൺട്രിബ്യൂഷൻ ആയിരിക്കും ആ ഒരു വ്യക്തി പ്രോഫിറ്റ് എടുത്തപ്പോൾ മാത്രം സംഭവിച്ചിട്ടുണ്ടാകുക. വളരെ മനോഹരമാണ്, വളരെ ബ്രില്യന്റ് ആണ് കോയിൻ സെല്ലിൽ ലിമിറ്റ് വെച്ചിരിക്കുക വഴി സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻകം ലിമിറ്റ് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കമ്മ്യൂണിറ്റി സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കയറി വരുമ്പോൾ ഇൻകം മാത്രം വാങ്ങാൻ വരുന്ന ആൾക്കാരുണ്ടാകും, കമ്മീഷൻ മാത്രം വാങ്ങാൻ വരുന്ന ആൾക്കാരുണ്ടാകും. അവർക്ക് കോയിൻ ഒന്നും ഒരു ഘടകമേ അല്ല. കോയിന്റെ പ്രൈസോ അപ്രീസിയേഷനോ ഒന്നും ഈ സിസ്റ്റത്തിൽ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടാകില്ല. അവർക്ക് കമ്മീഷൻ മാത്രം മതി. പക്ഷെ അവരുടെ പാക്കേജിന്റെ 3 ഇരട്ടി മാത്രമേ മാക്സിമം കമ്മീഷനായിട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കൂ. അതിൽ കൂടുതൽ കമ്മീഷൻ വന്നാൽ വിഡ്രോ ചെയ്യണമെങ്കിൽ ലിമിറ്റ് കൂട്ടണം, വീണ്ടും ബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടണം. സോ ഈ 2 ലിമിറ്റുകൾ ഈ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ കൂട്ടുകയാണ്. ഈ സിസ്റ്റത്തിൽ ആര് വന്നാലും അവർ ഈ സിസ്റ്റത്തിലൂടെ പ്രോഫിറ്റ് എടുത്ത് മാത്രം പുറത്തു വരുന്ന സാഹചര്യം ഈ സിസ്റ്റത്തിൽ ഉണ്ട്, ഈ 2 ലിമിറ്റിലൂടെ. ഉദാഹരണം, സാധാരണ ഏത് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന പ്രോഗ്രാമിലും ആദ്യം വരുന്ന ഒരാളുണ്ടാവും. ഇവിടെ ആദ്യം വരുന്ന ആൾ എന്നായിരിക്കും വന്നിട്ടുണ്ടാകുക? 2024 മാർച്ച് മാസം 21 ആയിരിക്കും അല്ലെ? അങ്ങനെ ആദ്യം വന്ന ഒരാൾക്ക് എത്ര കോയിൻ കിട്ടിയിട്ടുണ്ടാകാം? 0.01 പ്രകാരം ഒരു $100 വാങ്ങിയിട്ടുണ്ടെങ്കിൽ 3,500 കോയിൻ കിട്ടിയിട്ടുണ്ടാകും. ശരിയല്ലേ? 3,500 കോയിൻ ശരിയാണ്. ഇതുപോലെ ഈ സിസ്റ്റം കണ്ട നടന്ന് പോയി 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞപ്പോ അവസാനമായിട്ട് ഒരാൾ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കാം. ഏറ്റവും അവസാനമായിട്ട് ഒരാൾ ജോയിൻ ചെയ്തു. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന പ്രോഗ്രാമിൽ ആൾക്കാർ പറയാറുണ്ട് ഏറ്റവും അവസാനം വന്ന ഒരാൾ. അങ്ങനെ വരുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ ഈ സിസ്റ്റത്തിൽ എത്ര മുതൽ മുടക്കിയോ അതിന്റെ 35% വർത്തുള്ള കോയിൻ മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ. ഈ സമയത്ത് ഒരു പാനിക് സെല്ലിംഗ് സിറ്റുവേഷൻ വരികയാണ്. എന്താണ് പാനിക് സെല്ലിംഗ് സിറ്റുവേഷൻ? ഗവൺമെന്റ് ഒരു തീരുമാനമെടുക്കുന്നു, ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടുകളും ഇനി മുതൽ ഇന്ത്യയിൽ ചെയ്യാൻ പാടില്ല. മേരെ പ്യാരോ ദേശവാസിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും വരികയാണ്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ട് ഒരു പാനിക് സെല്ലിംഗ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ സിസ്റ്റത്തിലുള്ള കംപ്ലീറ്റ് കമ്മ്യൂണിറ്റിയും അവരുടെ കോയിൻ സെല്ല് ചെയ്യും. ഏറ്റവും അവസാനം വന്ന ആൾ, അദ്ദേഹം അന്ന് രാത്രി വന്നിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കോയിൻ സെല്ല് ചെയ്യണമെങ്കിൽ അദ്ദേഹം വെറും 35% വിലയേ ഉള്ളൂ. ബാക്കി 65% അദ്ദേഹത്തിന് നഷ്ടമായിരിക്കും. ശരിയല്ലേ? പക്ഷെ ഒരിക്കലും നഷ്ടം വരില്ല. കാരണം ഈ ന്യൂസ് അറിയുന്ന ആദ്യകാലങ്ങളിൽ വന്ന ആൾക്കാരെല്ലാം സെല്ല് ചെയ്ത് പോകുമ്പോൾ ടോട്ടൽ കോയിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇദ്ദേഹം നേരം വെളുത്ത് കാര്യങ്ങൾ അറിഞ്ഞു വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ കോയിന്റെ വില ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടാകും. സോ ലാസ്റ്റ് മാൻ എന്നൊരു കാറ്റഗറി ഈ സിസ്റ്റത്തിൽ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ആ ലാസ്റ്റ് മാൻ പോലും ഈ സിസ്റ്റത്തിൽ നിന്ന് ഔട്ട് ആവുന്നത് പ്രോഫിറ്റിൽ തന്നെയായിരിക്കും. ഏറ്റവും അവസാനം വരുന്ന ഒരാൾ, അയാൾ സെല്ല് ചെയ്ത് പോകുമ്പോൾ അദ്ദേഹം സെല്ല് ചെയ്യുന്ന എമൗണ്ടിന്റെ 10% അപ്പോഴും സിസ്റ്റത്തിൽ ബാലൻസ് ഉണ്ടാകും. സിസ്റ്റത്തിന്റെ ലിക്വിഡിറ്റി ഒരിക്കലും സീറോ ആയി പോകില്ല. മനോഹരമായ ഈ ബ്രില്യൻസ് തന്നെയാണ് സിസ്റ്റത്തിന്റെ പവർ. ഇതിൽ കിട്ടാവുന്ന പാസീവ് സോഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, വിർച്വൽ കോയിൻ അപ്രിസിയേഷൻ തന്നെയാണ്. 2, ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം ആണ്. ഇന്ന് $100 അല്ലെങ്കിൽ $500 $1,000 പാക്കേജ് ഒക്കെ എടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ എല്ലാം അക്കൗണ്ടിൽ ഇങ്ങനെ പണം വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് വരിക? ഒരു ദിവസം ടേൺ ഓവർ എത്രയാന്ന് നോക്കും, അതിന്റെ 4% ഫണ്ട് എടുക്കും. ആ ഫണ്ടിനെ $100 1 പോയിന്റ്, $500 5 പോയിന്റ്, $1,000 10 പോയിന്റ്, അങ്ങനെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ എമൗണ്ടിനെ ഈ പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിന്റെ വില കിട്ടും. അതിന് ആനുപാതികമായ വരുമാനം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം. എത്ര നാൾ കിട്ടും? $100 ചെയ്ത ഒരാൾക്ക് $100 കിട്ടുന്നവരെ കിട്ടും. 500 ചെയ്താൽ 500 കിട്ടുന്നവരെ കിട്ടും. 1000 ചെയ്താൽ 1000 കിട്ടുന്നവരെ കിട്ടും. അപ്പോ 100ഉം 500ഉം 1000 ചെയ്ത ഒരാളുണ്ടെങ്കിലോ സോ $1,600 വരെ കിട്ടും. വീണ്ടും ചെയ്താൽ കിട്ടില്ല, ഒരേ ഒരു പ്രാവശ്യം മാത്രമേ കിട്ടൂ. ഇതുപോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ലെവൽ ഇൻകം ഉണ്ട്. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തുന്ന ആൾക്കാർ, അവർ നമ്മുടെ ഫസ്റ്റ് ലെവലാണ്, 10% കിട്ടും. സെക്കൻഡ് ലെവലിൽ 5% കിട്ടും. തേർഡ് ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിൽ നമുക്ക് 20% വരെ കിട്ടാനുള്ള ഓപ്ഷൻ സിസ്റ്റം വെച്ചിട്ടുണ്ട്. റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ്. ആ റാങ്കിനെ ബേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സിൽവർ റാങ്കാണ് ഏറ്റവും ചെറിയ റാങ്ക്. ആ റാങ്ക് നമുക്ക് എത്താൻ $100 ഒരു പാക്കേജ് നമ്മൾ എത്തണം എന്ന് മാത്രമേ ഉള്ളൂ. അത് 20 അങ്ങനെ 5 പ്രാവശ്യം കൊണ്ട് 100 എത്തിയാലും മതി. ഒറ്റയടിക്ക് 100 തന്നെ വേണമെന്നൊരു നിർബന്ധവുമില്ല. ഒറ്റയടിക്ക് 100 വേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം കിട്ടാൻ വേണ്ടി മാത്രമാണ്.
സോ $100 ഒരു പാക്കേജ് നമുക്കുണ്ട്. 5 പേരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഒരു $500 ബിസിനസ്സും ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ബിസിനസ് വോളിയം, ടീം ബിസിനസ് വോളിയം 5000 ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്തു. ക്വാളിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു 5% അൺലിമിറ്റഡ് ലെവൽ ഇൻകം മാറും. സോ ഫസ്റ്റ് ലെവലിൽ 10% എന്നുള്ളത് 15% മാറും. സെക്കൻഡ് ലെവലിൽ 5% എന്നുള്ളത് 10% മാറും. തേർഡ് ലെവൽ മുതൽ 5% എക്സ്ട്രാ ഇൻകം കിട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടാകും. ഇനി ഗോൾഡ് റാങ്കിൽ എത്തിയാൽ നമുക്കത് 10% കൂട്ടിയെടുക്കാം. ചെയ്യാൻ 2 സിൽവറിനെ ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് മിനിമം 5 വരെ സ്പോൺസർ ചെയ്തിട്ടുണ്ടല്ലോ. 5 എന്നുള്ളത് 6, 7, 8, 10 എത്ര ആവാട്ടോ. ആ സ്പോൺസർ ചെയ്ത ഏതെങ്കിലും 2 ലെഗിൽ ഓരോ സിൽവർ ക്രിയേറ്റ് ചെയ്യുക. ഒരു സിൽവർ എന്ന് പറയുമ്പോൾ $5000 ബിസിനസ് ചെയ്യുന്നവരാണ്. സോ $10000 ബിസിനസ് അവിടെ നടന്നു കഴിഞ്ഞു. ടോട്ടൽ വോളിയം 25,000 ഗോൾഡ് റാങ്ക് എത്തി. എമറാൾഡ് റാങ്ക് എത്താൻ 2 ഗോൾഡ് പ്ലസ് $1,00,000 ബിസിനസ്, 15% നമ്മുടെ ഇൻകം മാറും. 2 എമറാൾഡ് വിത്ത് $5 ലക്ഷം ടേൺ ഓവർ, അതുണ്ടെങ്കിൽ നമ്മൾ ഡയമണ്ട് റാങ്കിലെത്തും. 20% നമ്മൾ ഇൻകം മാറും. സോ വ്യത്യസ്തമായ ഒരു സമീപനം ടെതർ ഓഷ്യൻ എന്ന പ്രൊജക്ട് നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. USDT അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോളിഡ് ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ടെതർ ഓഷ്യനിൽ നിന്ന് വന്നിട്ട് ചേർന്നിട്ടുണ്ട്. മനോഹരമായ ഈ ആശയത്തിന്റെ ചില പ്രത്യേകതകളാണ് നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ചില സാഹചര്യങ്ങളാണ് ഈ സിസ്റ്റത്തിലൂടെ നമ്മൾ തെളിവായി ഏറ്റെടുക്കേണ്ടത്. സോ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ധാരാളം സംശയങ്ങളൊക്കെ ഉണ്ടാകാം. ഈ സംശയത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പല കാര്യങ്ങളും ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാകാം. ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മാഡം എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയാണോ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്? ഹാൻഡ് റൈസിംഗ് ഡൗൺ ചെയ്തു. ലിസമ്മ, റോസമ്മ മറ്റൊരു പേര് ഞാൻ കണ്ടത്. ജസ്റ്റ് ഓപ്പൺ ആയി വന്നപ്പോഴത്തേക്കും ഹാൻഡ് റൈസിംഗ് ക്ലോസ് ആയി പോയി. ആർക്കും എന്തെങ്കിലും ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് മൈക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കി തരാം. മൈക്ക് ഓപ്പൺ ചെയ്ത് ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. മൈക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മുടെ ഈ പ്രസന്റേഷൻ മീറ്റിംഗ് നടക്കുന്ന സമയത്തെ കുറിച്ചോ അല്ലെങ്കിൽ പ്രസന്റേഷന്റെ ഒരു ശൈലിയെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെങ്കിൽ അതും സംസാരിക്കാം. ഉല്ലാസ്, ഉല്ലാസ്, ഉല്ലാസ് മൈക്ക് ഓപ്പൺ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, സംസാരിച്ചോളൂ സർ. സംശയങ്ങളൊന്നല്ല, ഞാനിതിന്റെ സാറിന്റെ ഒരു സിസ്റ്റം കേട്ടപ്പോ നമുക്ക് വളരെ എന്താ പറയാ നന്നായിട്ട് തോന്നി. വളരെ ഇതുവരെ കേൾക്കാത്തൊരു കൺസെപ്റ്റ്. ഓക്കെ. അപ്പോ നമ്മള് ഇതിന്റെ ലീഗലി ഉള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു സാറേ. തീർച്ചയായും ഞാൻ പറയാം. ഓക്കെ, ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടൊരു പ്രോഗ്രാമാണ്. ഇതിന്റെ എല്ലാ കാൽക്കുലേഷൻസും എല്ലാ തരത്തിലുള്ള ഓപ്പറേഷൻസും നടത്തുന്നത് BP20 പ്ലാറ്റ്ഫോം, ആ ബ്ലോക്ക് ചെയിൻ ആണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏത് രാജ്യത്തും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു നിയമ തടസ്സങ്ങളൊന്നുമില്ല. കാരണം ബ്ലോക്ക് ചെയിൻ വഴിയാണ് ഇതിന്റെ ട്രാൻസാക്ഷൻസും. ഇവിടെ മാനുവൽ ആയിട്ടുള്ള നടക്കുന്ന ഒരു തരത്തിലുള്ള അപ്രൂവലുകളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇന്റർവെൻഷൻസോ ആവശ്യമില്ലാത്ത ഒരു പ്രോഗ്രാമാണ്. ഇപ്പൊ ബിറ്റ്കോയിൻ എന്ന സാധനം ഡെവലപ്പ് ചെയ്യപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ ലോകത്തിൽ നിന്നും അറിയില്ല. പക്ഷെ ബിറ്റ്കോയിൻ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ട്രെൻഡാണ്. ബിറ്റ്കോയിന്റെ ഒരു ഓഫീസ് അങ്ങനെയൊന്നും അല്ല. കാരണം അത് ടെക്നോളജിയാണ്. ആ ടെക്നോളജി അത് 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെയാണ് ടെതർ ഓഷ്യൻ എന്ന പ്രോഗ്രാമും ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതും സെറ്റപ്പ് ചെയ്തിരിക്കുന്നതും. ഏത് രാജ്യത്തും ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ആകെ വേണ്ടത് USDT നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റണം. അതിന് പറ്റുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ, അത് ട്രസ്റ്റ് വാലറ്റോ അല്ലെങ്കിൽ ടോക്കൺ പോക്കറ്റോ അല്ലെങ്കിൽ മെറ്റാമാസ്കോ, ഇത് ഏതെങ്കിലും ഒരു വാലറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. അതിലേക്ക് USDT ലോഡ് ചെയ്യുക. ആവശ്യമായ ഗ്യാസ് ഫീക്ക് വേണ്ടി BNB ലോഡ് ചെയ്ത് വെക്കുക. നമ്മുടെ പരിചയപ്പെടുത്തിയ സുഹൃത്തിന്റെ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് നേരിട്ട് സൈനപ്പ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. താങ്ക് യു സർ. താങ്ക് യു. വെൽക്കം. വേറെ ആർക്കെങ്കിലും?
മൈക്ക് ഓപ്പൺ ചെയ്യാട്ടോ. മൈക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ ചോദിക്കാം. ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഒരു എന്താ പറയാ ഇൻഫോർമേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുന്നത് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഇനി പലപ്പോഴും നല്ല മഴയൊക്കെ ഉള്ള സമയമാണ്. ചിലപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല ശക്തമായ മഴയൊക്കെ ആണെങ്കിൽ മൈക്ക് ഓപ്പൺ ചെയ്യാനുള്ള മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ ഉൾക്കൊള്ളുന്നു. സോ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എന്ന പ്രതീക്ഷയിൽ ഞാൻ അവസാനിപ്പിച്ചോട്ടെ. സാറേ, ഇതിന്റെ വെബ്സൈറ്റ് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട്. തീർച്ചയായും അത് നല്ലൊരു ചോദ്യമാണ്. ഹാരിസ് എം ചോദിച്ച ചോദ്യം. ഇതിന്റെ ടോട്ടൽ റവന്യൂ എടുക്കുമ്പോൾ $100 നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് റവന്യൂ ആയിട്ട് വരുമ്പോൾ അതിൽ 52% ലിക്വിഡിറ്റിയിലേക്കും 5% അഫിലിയേറ്റ് ഇൻകവുമാണ്. സോ ഈ 5% ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിന്റെ വെബ്സൈറ്റും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം, വെബ്സൈറ്റിന്റെ എക്സ്പയറി ഡേറ്റ് 2027 ഇനി വരിക. ആ സമയത്ത് അതിന്റെ റിന്യൂവൽ തീർച്ചയായും ഇതിന്റെ അഡ്മിൻ ചെയ്യണം. അതുപോലെ ഓരോ മാസവും ഇതിന്റെ ബാൻഡ് വിഡ്ത്തിന് വേണ്ടി ഒരു ഫീ വരുന്നുണ്ട്, അതും കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഫണ്ട് ഈ സിസ്റ്റത്തിൽ തന്നെ റവന്യൂ ആയിട്ട് ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അഡ്മിന് കിട്ടാവുന്ന ഇൻകം അത് മാത്രമാണ്. ഓക്കെ, താങ്ക് യു. വെൽക്കം. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ? യെസ്, ദീപു കൃഷ്ണൻ. ഗുഡ് ഈവനിങ് സർ. യെസ്, ഗുഡ് ഈവനിങ് സർ. എനിക്ക് ഇതിനെപ്പറ്റി ഡൗട്ട് ഒന്നുമില്ല, പക്ഷേ ജസ്റ്റ് ഒരു കാര്യം അറിയാനുള്ളത്, എക്സാക്ട്ലി ഇപ്പോൾ നമ്മുടെ ബിസിനസ് കമ്പനി അല്ലെങ്കിൽ ബിസിനസ് ആരംഭിച്ചിട്ട് എത്ര നാളായി, അതുപോലെ തന്നെ ഇത്രയും നാളുകൾക്കുള്ളിൽ എത്ര ആൾക്കാർ നമ്മുടെ മെമ്പേഴ്സ് ആയിട്ടുണ്ട്? തീർച്ചയായും ബ്ലോക്ക് ചെയിനിൽ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ലാപ്ടോപ്പിലുള്ളത് കൊണ്ട് എനിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് അത് സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ആരാണോ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തത്, അല്ല നിങ്ങൾ ID ഓണർ ആണെങ്കിൽ നേരെ നമ്മുടെ ബ്ലോക്ക് ചെയിനിലേക്ക് നമുക്ക് പോകാനുള്ള ലിങ്ക് നമ്മുടെ സൈറ്റിൽ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്ത ആളെ സമീപിച്ചാൽ അദ്ദേഹം എന്ത് ചെയ്യും, അതിന്റെ ലിങ്ക് തരും. അല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ അതിൽ കോൺട്രാക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കോൺട്രാക്റ്റിൽ റീഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ റീഡ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത എല്ലാ മെനൂസും കാണാൻ സാധിക്കും. ആ മെനുവിൽ 22ാമത്തെ മെനു എന്ന് പറയുന്നത് യൂസർ ID എന്ന മെനു ആണ്. ആ യൂസർ IDയിൽ പോയാൽ ഇതുവരെയുള്ള മെമ്പേഴ്സിന്റെ എണ്ണം കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഏകദേശം 785 പേരാണ് ഇന്ന് ഉച്ചയ്ക്ക് നോക്കുന്ന സമയത്ത് ഇതിൽ മെമ്പറായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിനുശേഷം ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻക്രീസ് ആയിട്ടുണ്ടാവും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ഇതിൽ നടന്ന ട്രാൻസാക്ഷൻസ്, A to Z ട്രാൻസാക്ഷൻസ് ആ ബ്ലോക്ക് ചെയിനിൽ കാണാൻ സാധിക്കും. ഇതിന്റെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ, അതായത് സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് 2024 മാർച്ച് മാസം 20-ാം തീയതിയാണ്. മാർച്ച് 21-ാം തീയതിയാണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഈ സിസ്റ്റം നടന്നിരിക്കുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ, ഇന്നിപ്പോ ജൂലൈ മാസം 17-ാം തീയതിയാണ്, ഇന്ന് വരെയുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസും നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. ആ ട്രാൻസാക്ഷൻസ് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയിൻ തന്നെയാണ് അതിന്റെ ഓപ്പറേഷൻസ് നടത്തിയത് നമുക്ക് വാച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. Okay, thank you sir. Thank you. Welcome. Yes, Srijit. ബൈജു, ശ്രീജിത്ത്, രണ്ടുപേരുടെ മൈക്ക് ഓപ്പൺ ആണ്. സുധി സർ. യെസ്, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സുധി കൊടുങ്ങല്ലൂർ. മനസ്സിലായി സുധി, പറയൂ. ഓക്കെ സർ. പുതിയ പ്രോജക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ആവുമെന്ന് പറഞ്ഞു, അത് ഏറ്റവും റീസെന്റ് ആയിട്ട് തന്നെ നമുക്ക് അതിന്റെ അനൗൺസ്മെന്റുകൾ വരുന്നുണ്ടാവും. അത് എന്റെ അറിവില് അത് ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. കാരണം ഇത് 100% ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം ആയതുകൊണ്ട് വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നെങ്കിൽ അത് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്റെ അറിവിൽ ഈ 43% വരുന്ന കമ്മീഷൻസിന്റെ പെർസെന്റേജിൽ വരുന്ന ചില ചേഞ്ചസ് മാത്രമായിരിക്കും. പക്ഷെ 43% എന്നുള്ള എമൗണ്ട് എപ്പോഴും 43% തന്നെയായിരിക്കും. പക്ഷെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ചില ഇൻകങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് വരുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഏറ്റവും റീസെന്റ് ആയിട്ട് അതിന്റെ അനൗൺസ്മെന്റുകൾ ഡെവലപ്പേഴ്സിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് ഉള്ളത് അത്. ഓക്കെ. ഓക്കെ, സോ ഇന്നത്തെ ഈ പ്രസന്റേഷന്റെ ഈ ഭാഗം ഞാൻ ജസ്റ്റ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. നമുക്ക് അടുത്ത
ഫ്രൈഡേ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും ഇന്ന് ഒരു ശുഭരാത്രി നേരുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്.